പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ വാഗ്ദത്ത വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 17 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകം എൻ്റെ വിധി നടത്തലാണ്. പ്രിയമുള്ളവരെ, മനോഹരമായ ദൈവത്തിൻ്റെതായ വാഗ്ദത്തമാണ്. ഒപ്പം തന്നെ എല്ലാവിധ സംരക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് എന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന്. എനിക്കെതിരെ വിധി പ്രസ്താവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ നാവുകളും, വിധിവാചകം ഉച്ചരിക്കാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും ഖണ്ഡിക്കുവാൻ, തോൽപ്പിക്കുവാൻ എനിക്ക് സാധിക്കും. അത് ദൈവത്തിന് തരുന്ന ഒരു പൈതൃകമാണ്. ദൈവം അത് എനിക്ക് വേണ്ടി നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇതാണ്, എന്നെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. ദൈവിക സംരക്ഷണം തരുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഈ വചനഭാഗം ആത്യന്തമായി ദൈവം തരുന്ന സംരക്ഷണത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു വാഗ്ദാനമാണ്. അതായത് ശാരീരികമായോ വാക്കാലോ ഒരു തരത്തിലും എന്നെ തകർക്കാൻ സാധിക്കില്ല. എല്ലാ തരത്തിലും ദൈവം എന്നെ വിജയിപ്പിക്കും. നമുക്കെതിരെ ഏതൊരു ആരോപണങ്ങളോ വിധിന്യായങ്ങളോ അപലപിച്ചാലും അതൊന്നും യഥാവിലാകത്തില്ല. എന്നാൽ എന്നിലൂടെ ഉത്തരം പറയുന്നത് കർത്താവായിരിക്കും. എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള ഇതൊരു പ്രതിരോധമല്ല, മറിച്ച് ദൈവത്തിൻ്റെ നീതി ധരിച്ച് അവരിൽ നാം വിജയം കണ്ടെത്തുകയാണ്. അതായത് വിജയത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കും. ആർക്കും നമ്മെ തോൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ വിമർശിക്കുന്നവരൊക്കെ ദൈവം തന്നെ നിശബ്ദരാക്കും. നമ്മെ പരീക്ഷിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഉറപ്പാണ് കർത്താവ് നമുക്ക് തരുന്നത്. വീണ്ടും ഇതൊരു ദിവ്യമായ സംരക്ഷണമാണ്, മറക്കരുത്. താൽക്കാലികമായ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും. ശാത്യന്യമായി ഒന്നിനും എന്നെ ഭാരപ്പെടുത്തില്ല. ദൈവം എന്നെ എല്ലായിടത്തും സംരക്ഷിക്കും. ഓർക്ക പ്രിയമുള്ളവരെ, കർത്താവിനെ സേവിക്കുന്നവരുടെയും അവൻ്റെ ഉടമ്പടിയിലും അവൻ നൽകുന്ന നീതിയിൽ വേരൂന്നിയ ഒരു ജന്മാവകാശമാണ്. വ്യക്തിപരമായ ശക്തി നേടിയതല്ല, മറിച്ച് ദൈവം തന്ന ജന്മാവകാശം എനിക്ക് അവകാശപ്പെട്ടാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഈ സംരക്ഷണവും ദൈവം തരാൻ പോകുന്ന വിജയങ്ങളും ആർക്കും താർക്കാൻ പറ്റാത്തൊരവസ്ഥയും, അതിനെല്ലാം ഈശോയ്ക്ക് നന്ദി പറയാം. ഈ ദിവസം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, അവൻ്റെ സംരക്ഷണം എൻ്റെ ജന്മാവകാശം. ഇതാ വാഗ്ദത്ത പേടകം, ഇതിലേക്കെല്ലാം സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ അച്ഛൻ അൾത്താരയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.